لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا. മനസ്സിലാക്കേണ്ടത് ഇവിടെ സലീം സൂചിപ്പിച്ച പോലെ തന്നെ മാതാപിതാക്കളാണ് അതിൻ്റെ ഏത് രൂപത്തിൽ നമ്മളെ മക്കളെ വലുതാക്കണം, അവരുടെ വളർച്ച ഏതൊക്കെ അറ്റം വരെ നമുക്ക് ഉയർത്താൻ കഴിയുമെന്നൊക്കെ തീരുമാനിക്കണം. മറിയം ജുമാനയുടെ ജീവിത സാഹചര്യം നമുക്കറിയാം. ഉമർ ഫൈസിയെ പോലുള്ള ഒരു പണ്ഡിതന്റെ മകള് സാധാരണ ഒരു കുടുംബിനിയായിട്ടുള്ള ഉമ്മയുടെ മോള് ഇങ്ങനെ വളർത്തിയെടുക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനാണ് മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ മറിയം ജുമാന പരിശുദ്ധ മക്കയിൽ വരാനുണ്ടായ സാഹചര്യമൊക്കെ നമുക്കറിയാം. സൗദി KMCC നാട്ടിലെ ഒരു സ്വീകരണ പരിപാടി നടത്തിയപ്പോൾ ഇവരുടെ സാഹചര്യങ്ങളും ഇവരുടെ ഉമ്മയുടെയും വാപ്പയുടെയൊക്കെ സംസാരങ്ങൾ കേട്ടപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു മുന്നൊരുക്കില്ലാതെ അപ്പ വേദിയിൽ വെച്ചിട്ട് ഇതെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വെച്ചത്. നമുക്ക് തോന്നി അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം. അങ്ങനെ ഉമർ ഫൈസിയെ പോലുള്ള ഒരു പണ്ഡിതനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ അവര് വലിയൊരു ഒരു അനുഗ്രഹം പഠിച്ച തമ്പുരാൻ തന്നപ്പോൾ ആ അനുഗ്രഹത്തിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം പരിശുദ്ധ കഅബയിൽ എത്തിയിട്ട് അവിടെ വെച്ച് തവാഫ് ചെയ്യുക, ഉംറ ചെയ്യുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതിനൊരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഏറ്റവും നല്ല തോന്നിയപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവർ ചെയ്ത ഉംറ സ്വീകരിക്കുമാറാകണം. നമ്മൾ ചെയ്ത ആ സേവനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകണം. അതിൽ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ആ സഹായങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകണം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളർന്നു വരുന്ന നമ്മളെ മക്കളെയൊക്കെ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അവർക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അവരെ നോവിക്കാതിരിക്കുക, കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കാതിരിക്കുക. പരമാവധി അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്ത് അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുക. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ 14 മണിക്കൂറുണ്ട്. നമ്മൾ 11 മണിക്കൂർ പയഞ്ഞു വരും. 200 മണിക്കൂർ കൂടുതൽ ഓടിച്ചെങ്കിൽ എന്താവുള്ളൂ, ഒരു പൈലറ്റ് ആയിട്ടുള്ള അംഗീകാരങ്ങൾ അത് കിട്ടുള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവണം. നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടാവണം, പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നമുക്കും ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. ഹൗദുൽ കൗസർ കുടിക്കുവാൻ എനിക്ക് ദാഹം. ഹജ്ജിന്റെ രാവിൽ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. ഹൗദുൽ കൗസർ കുടിക്കുവാൻ എനിക്ക് ദാഹം. മുത്ത് റസൂൽ തങ്കത്തേരിൽ വരുന്നത് കണ്ട് ഉറുങ്ങി സാനികൾ ആടിക്കളിക്കണ കണ്ട്. മുത്ത് റസൂൽ തങ്കത്തേരിൽ വരുന്നത് കണ്ട് ഉറുങ്ങി സാനികൾ. തുടർന്ന് അവൾക്ക് ഒരുപാട് മണിക്കൂറുകൾ പറത്താനുണ്ട്. ആ